പൂവായാൽ മാത്രം മതി, ഒരു തേൻ കണമായാൽ മതി. മുറിവേറ്റ ശബ്ദത്തിൽ ബാബുരാജ് പാടുമ്പോൾ ഒരു രാഗമാവാൻ കൊതി. സഖി ഒരു മാത്ര കണ്ട. വാ കേറിയിരിക്കി. ഇതാണ് ചെറുക്കൻ, ഇത് ചെറുക്കൻ്റെ അച്ഛൻ. ഇതാണ് അമ്മ. ഇതാരാണ്? എൻ്റെ അനുജത്തിയാണ്. ഞങ്ങൾ ചായ എടുത്തിട്ട് വരാം. ഒറ്റ മോളാണ്. നിങ്ങൾ ഫോട്ടോ കാണിച്ചു തന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കുട്ടീനെയാണ്. ഇവൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടില്ലേ, ഇവന് വേഗം തിരിച്ചു പോകണം. ഈ കുട്ടിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ അവർ പെട്ടെന്ന് നടത്തി തരും. ഇവന് അമ്മയില്ലാണ്ടാണ് വളർന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കുടുംബത്തിൽ നിന്ന് വേണമെന്നുള്ളൂ. ഇതിപ്പോൾ പറയാതിരിക്കാൻ പറ്റുമോ? ആ പാവങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വരണതല്ലേ. ഞാനിപ്പോൾ എന്താ ചെയ്യുക? ഇതിപ്പോൾ എങ്ങനെ പറയാ? ഞാൻ ആ ബ്രോക്കറെ വിളിക്കാം. ബ്രോക്കറോട് കാര്യം പറയാം നമുക്ക്. അതെ, ഒന്ന് ഇങ്ങോട്ട് വരുമോ? അതിനെന്താ? അച്ഛൻ ഓക്കെ ആണെങ്കിൽ നമുക്ക് നടത്താം. എനിക്ക് വയ്യ ഇനി ഇതിൻ്റെ പുറകെ നടക്കാൻ. നമുക്ക് മാത്രമല്ല, അവരും കൂടി ഓക്കെ ആവണം. കുട്ടി എവിടെ? അവർ വെയിറ്റ് ചെയ്യണ. അത് ഇനിയിപ്പോൾ പറയാണ്ടിരിക്കാൻ പറ്റുമോ? അവൾ അമ്പലത്തിൽ പോയതാ, ഇതുവരെ വന്നിട്ടില്ല. അതിനെന്താ, പോയി വിളിക്കണം. അതല്ല, അവളൊരു കത്തെഴുതി വെച്ചിട്ട് പോയിരിക്കണതേ. അവള് പോകുമ്പോൾ എന്തെങ്കിലും എണീറ്റുണ്ടായിരുന്നില്ലേ? എന്താ പറഞ്ഞേ? അതന്നെ. ഒന്നേ ഉള്ളൂ എന്ന് കരുതിയിട്ട് അത്ര സ്നേഹം കൊടുത്ത് വളർത്തിയതാ. ഞാനിപ്പോൾ എന്തിപ്പോ ചെയ്യാ? നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ തന്നെ പറയാം അവരോട്. അത് വേണ്ട, ഞാൻ തന്നെ അവരോട് പറഞ്ഞോളാം. എന്തേ കുട്ടീനെ വിളിക്കും? അതെ, ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? അത് അയ്യോ ചേച്ചി, ചേച്ചി 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 എനിക്ക് ചേച്ചി. നിങ്ങൾ പോയി കുറച്ച് വെള്ളം എടുത്തിട്ടത്. എന്താ സംഭവം? എന്താ ഇവിടെ പറ്റിയത്? എന്താ ഇവിടെ നടക്കണേ? ഇത്ര വിഷമിക്കാൻ ഇവിടെ എന്തുണ്ടായ? അതെ, രാവിലെ മുതൽ മോളെ കാണാനില്ല. ഇതെന്താ ബ്രോക്കറായി പറയണ? കുട്ടി വിളിച്ചോടി. നമുക്ക് അടുത്ത ഞായറാഴ്ച വേറൊരു സ്ഥലത്തേക്ക് പോവാം. സിറ്റുവേഷൻ ഇതായതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇത്രയും വയസ്സ് വരെ വളർത്തി വലുതാക്കി അവസാനം അവൾ എന്നെ ഇട്ടേച്ചു പോയി. ഞങ്ങളുടെ വിഷമം നിങ്ങളെ ആലോചിക്കണ്ട. അതിനേക്കാളും വലിയ വിഷമല്ലേ നിങ്ങൾക്കുള്ളത്. അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. ഇനി ഞാൻ ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട് ജീവിക്കണം? എൻ്റെ ബ്രോക്കർ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സംഭവം നടക്കാണ്ട് പോണത്. ഞാൻ കല്യാണം വേണ്ട എന്ന് അച്ഛനോട് 100 തവണ പറഞ്ഞതാ, കേൾക്കണ്ടേ? പാവം ജീവിതത്തിൽ വീണ്ടും തനിച്ചായി പോയി. അതൊന്നും നിങ്ങളിനി കാര്യാക്കണ്ട. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുക. അതൊന്നും സാരില്ല. നിങ്ങളുടെ അതേ അവസ്ഥയിൽ കടന്നു പോരുന്ന ഒരാളാണ് ഞാൻ. അവൻ അമ്മയില്ലാണ്ട് വളർന്നൊരു കുട്ടിയാണ്. ചേച്ചിയുടെ ഭർത്താവ് മരിച്ചപ്പോൾ എല്ലാവരും നിർബന്ധിച്ചതാ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ. ആ ഒരു മോൾക്ക് വേണ്ടിയിട്ടാ ചേച്ചി അന്ന് കഴിക്കാണ്ടിരുന്നത്. എന്നിട്ടിപ്പോൾ എന്തായി? ഞാൻ അടുത്ത ആഴ്ച തിരിച്ചു പോകും. ഇത് റെഡിയാവാണെങ്കിൽ ഇവിടെ നിൽക്കാൻ ചെയ്തിട്ടാ, അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിരാശപ്പെടരുത്. ഇതിൽ നിറയെ പെൺകുട്ടികളുടെ ഫോട്ടോ ആണ്. ഇതൊരെണ്ണം നോക്ക്.
ഇനിയൊക്കെ അടുത്താവും. എൻ്റെ ബ്രോക്കർ ജീവിതത്തിൽ ആദ്യമായിട്ടാണേ. ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു ചേച്ചിക്ക്. ആദ്യം പിടിച്ചൊന്നും വരാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്നാ ശരി, ഞങ്ങൾ പോവാണ്. എന്നാ ശരി. അപ്പം എന്നാ നമുക്ക് പോവല്ലേ? എന്തായാലും ഈ പെണ്ണ് കാണല് വന്നു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളമേലും കുടിച്ചിട്ട് പോകണ്ടേ? അയ്യോ അത് ശരിയാ, ഞങ്ങൾ ഈ ടെൻഷനിൽ മറന്നുപോയതാ. ഇരിക്കട്ടാ, ഇപ്പൊ കൊണ്ടുവരാം. എന്തിനാടാ, നമുക്ക് പോയാൽ മതിയില്ലേ? അവരുടെ വിഷമം കണ്ടിട്ട് മനസ്സ് കലങ്ങിയിരിക്കുന്നു. കുടിക്കച്ച. നിങ്ങൾ നിരാശപ്പെടണ്ട. നിങ്ങളുടെ ബ്രോക്കർ ജീവിതത്തിൽ ഒരു പ്രശ്നമാവില്ല. എൻ്റെ അച്ഛന് നിങ്ങളിഷ്ടമാണ്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ബ്രോക്കറിനോട് പറഞ്ഞോളൂ. ഒരു തേൻ കണമായാൽ മതി. മുറിവേറ്റ ശബ്ദത്തിൽ ബാബുരാജ് പാടുമ്പോൾ ഒരു രാഗമാവാൻ കൊതി. സഖി അച്ഛാ, ഞാൻ കല്യാണം കഴിച്ചാൽ അച്ഛനൊരു കൂട്ടുണ്ട്. അച്ഛൻ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ പെണ്ണ് കാണാൻ വരൂ. അതൊക്കെ നമുക്ക് ആലോചിക്കടാ. മുറിവേറ്റ ശബ്ദത്തിൽ ബാബുരാജ് പാടുമ്പോൾ ഒരു രാഗമാവാൻ കൊതി. സഖി ഒരു മാത്ര കണ്ണ്